എല്ലാ വർഷവും ആചരിക്കുകയാണ്. ഇന്ന് രാവിലെയും അതിൻ്റെ ഒരു ചടങ്ങ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിവിടെ എത്തിച്ചേർന്നത്. നമുക്കറിയാം, ഇന്ന് കേരളത്തിൽ ഇതിൻ്റെ സംഘാടനം നടത്തുന്നത് കേരള അസോസിയേഷൻ ഫോർ റൂറൽ ഡെവലപ്മെൻറ്റും അതോടൊപ്പം തന്നെ നബാർഡ്, ജൻ ശിക്ഷൻ സംസ്ഥാൻ എന്നീ സംഘടനകൾ ചേർന്ന് നിന്നുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പരിപാടി വനിതാ ദിനത്തിൽ സംഘടിപ്പിക്കുന്നത്. ഞാൻ ഇന്നലെ തിരുവനന്തപുരം ജില്ലയിലെ ചില ഭാഗങ്ങളിൽ പോയപ്പം നാരി പുരസ്കാരങ്ങൾ എല്ലാ വർഷവും നമ്മുടെ കേരളത്തിലെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച നിരവധി വനിതകളെ അവിടെ എല്ലാം അനുമോദിക്കുന്നതും അവാർഡ് കൊടുക്കുന്നതും ഞാൻ കണ്ടു. വളരെയധികം സന്തോഷം തോന്നി. എല്ലാ വിഭാഗം ആൾക്കാരും അതിനകത്തുണ്ട് എന്നുള്ളതായിരുന്നു യാഥാർത്ഥ്യം. അത് പല സംഘടനകളും ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് മുന്നോട്ട് പോകും. എന്താണ് നമുക്ക് സ്വാതന്ത്ര്യം? നമ്മുടെ ഉത്തരവാദിത്വം നാം ചിന്തിക്കണം. സാർവദേശീയ വനിതാ ദിനം എന്ന് തുടങ്ങിയെന്നൊക്കെ നമ്മുടെ മേയർ ഇപ്പോൾ സൂചിപ്പിച്ചു. ന്യൂയോർക്കിലെ തയ്യൽ തൊഴിലാളികൾ നടത്തിയ ആ വലിയ സമരത്തിൽ നിന്നാണ് നമ്മുടെ ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വേണ്ടി ഒരു പ്രത്യേക ദിനം അത് വരുവാനും ആ ദിനത്തിൽ സാർവദേശീയ മഹിളാ ദിനം വനിതകളുടെ ദിനമായി പ്രഖ്യാപിച്ചുകൊണ്ട് നാം ഇന്ന് മുന്നോട്ട് പോകും. നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 75 വർഷമൊക്കെ കഴിഞ്ഞു. ആ 75 വർഷം കഴിഞ്ഞിട്ടും എന്ന് നമുക്ക് നമ്മുടെ അധികാരങ്ങൾ, നമ്മുടെ അവകാശങ്ങൾ ഇന്നും ഒരുപാട് അകലെ നിൽക്കുന്ന ഒരവസ്ഥയാണ്. തുല്യ ജോലിക്ക് തുല്യ വേതനമെന്ന് നാം പറയുമ്പോഴും സ്ത്രീ പുരുഷ സമത്വം ഉൾപ്പെടെ നമ്മൾ ഇന്നും പറയുമ്പോഴും അതിനകത്തേക്ക് അടുക്കുവാൻ പറ്റാത്ത തരത്തിൽ ഇന്നും ഭരണഘടന മാറി നിൽക്കുന്നു. അല്ലെങ്കിൽ ഭരണഘടന ഉറപ്പ് പറയുന്ന അധികാര അവകാശങ്ങൾ നമുക്ക് കിട്ടുന്നില്ല. എത്രയോ വർഷങ്ങളായി ഇന്ത്യയിലെ സ്ത്രീ പ്രസ്ഥാനങ്ങൾ ശക്തമായ നിലയിലുള്ള പ്രക്ഷോഭ സമരങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. തുല്യത നമ്മൾ പറയുമ്പോഴും പുരുഷൻ ചെയ്യുന്ന ജോലിക്കനുസൃതമായി അവരോട് തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് എല്ലാ പണികളും ചെയ്യുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ സ്ത്രീകൾ എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ സ്ത്രീകൾക്ക് അർഹമായ സ്ഥാനമോ അവർക്ക് അർഹമായ വേതനമോ ഇന്നും കിട്ടുന്നില്ല എന്നുള്ള തരത്തിലേക്കാണ് നമ്മുടെ സമൂഹം മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് നല്ലതുപോലെ അറിയാം. ഏറ്റവും അടിത്തട്ടിലെടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം, പാടത്ത പണി മുതൽ പർവ്വതാരോഹണം വരെ ചെയ്യുന്ന സ്ത്രീകൾ നമ്മുടെ രാജ്യത്തുണ്ട്. പ്രൈമറി അധ്യയനം മുതൽ പ്രധാനമന്ത്രി പദം വരെ അലങ്കരിക്കുന്ന സ്ത്രീകൾ നമ്മുടെ രാജ്യത്തുണ്ട്. ശാസ്ത്ര, സാങ്കേതിക, സാമൂഹ്യ മേഖലകളിലൊക്കെ നിറസാന്നിധ്യമായ സ്ത്രീകൾ നമ്മുടെ രാജ്യത്തുണ്ട്. പക്ഷേ ആ സ്ത്രീകളെ അർഹതപ്പെട്ട സ്ഥാനങ്ങളിൽ കൊണ്ടുവരുന്നില്ല എന്നുള്ളതാണ് നമുക്കിന്നും പറയുവാൻ കഴിയുന്നത്. നമുക്കറിയാം, ഇന്ത്യയുടെ പാർലമെൻറ്റിലോ നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിലെ നിയമസഭകളിലോ സ്ത്രീകളുടെ പ്രാതിനിധ്യം എടുത്ത് പരിശോധിച്ചാൽ തുലവും തുച്ഛമായ നിലയ്ക്ക് കേരളത്തിൽ തന്നെ 140ഓളം നിയമസഭാ സാമാജികർ നമ്മുടെ കേരളത്തിലുണ്ട്. എത്ര സ്ത്രീകളുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിരലിൽ എണ്ണാവുന്ന തരത്തിൽ 11 സ്ത്രീകളാണ് കേരളത്തിൽ ഇന്ന് നിയമസഭയിൽ സ്ത്രീകളായിട്ടുള്ളത്. എത്ര ശതമാനം എന്നുള്ളത് നിങ്ങൾ കണക്ക് കൂട്ടുക. നമ്മുടെ പാർലമെൻറ്റും നമ്മുടെ രാജ്യസഭയും നാം എടുത്ത് പരിശോധിച്ചാൽ അവിടെയും 500-ന് മേൽ ആൾക്കാരുണ്ടെങ്കിൽ തുച്ഛമായ ആൾക്കാർ 15% പോലും സ്ത്രീകൾ നമുക്ക് രാജ്യസഭയിലുമില്ല, നമ്മുടെ ലോകസഭയിലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഭരണഘടന എഴുതി ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ സ്ത്രീകൾക്ക് കടന്നു കയറുവാൻ പറ്റാത്ത തരത്തിൽ ഇന്ന് മുന്നോട്ട് പോകുന്നൊരവസ്ഥ. എന്നാൽ നമുക്കറിയാം, പഞ്ചായത്ത് രാജ് നഗരപാലിക ബില്ല് നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്നതിന് ശേഷം അതനുസരിച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആദ്യഘട്ടത്തിൽ നമ്മൾ 33% സംവരണം കൊടുത്തു. ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് 50% സംവരണമാണ് സ്ത്രീകൾക്കുള്ളത്. അത് പഞ്ചായത്ത് എടുത്താലും ബ്ലോക്കുകളെടുത്താലും ജില്ലാ പഞ്ചായത്തുകളെടുത്താലും മുനിസിപ്പാലിറ്റി എടുത്താലും കോർപ്പറേഷൻ എടുത്താലും മേയർമാരും ചെയർപേഴ്സൺമാരും നമ്മുടെ പ്രസിഡൻറ്റുമാരും ഇന്ന് കേരളത്തിൽ 50%